ഫെബ്രുവരി 16-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സെൻട്രൽ ഗവൺമെൻറ് ഡെവല്യൂഷൻ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് ഡെവല്യൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിൽ കർണാടക സ്റ്റേറ്റ് ആണ് ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. സെക്കൻഡ് കേരളം, തേർഡ് തമിഴ്നാട്. ആദ്യം 3 സംസ്ഥാനങ്ങളിലുള്ളതും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻഡെക്സ്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. നമ്മുടെ രാജ്യത്തെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പെർഫോമൻസിനെ റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റാങ്കിങ് ഇൻഡെക്സ് ആണ് ഡെവല്യൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറികളിലും എത്രമാത്രമാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്, ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്, എത്രമാത്രം അധികാരങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകിയിട്ടുള്ളത് എന്നതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഒരു ഡെവല്യൂഷൻ ഇൻഡെക്സ് തയ്യാറാക്കുന്നതായിട്ടുള്ളത്. ഇതിന് 6 ക്രൈറ്റീരിയ ആണുള്ളത്. ഒന്ന് ഇതിൻ്റെ ഫ്രെയിം വർക്ക് ആണ്, രണ്ടാമത് അത് എത്രമാത്രം നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു, മൂന്നാമത് അതിൻ്റെ ഫിനാൻസസ് എങ്ങനെയാണ്, അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ്, ഫങ്ഷൻസ് എങ്ങനെയാണ്, ഫങ്ഷണറീസ് എങ്ങനെയാണ്, കപ്പാസിറ്റി ബിൽഡിംഗ് എങ്ങനെ നടക്കുന്നു തുടങ്ങിയിട്ടുള്ള 6 കാര്യങ്ങളാണ് പരിശോധിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു ഇൻഡെക്സിൽ ഫസ്റ്റ് കർണാടക, സെക്കൻഡ് കേരള, തേർഡ് തമിഴ്നാട് എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ റിപ്പോർട്ടിൻ്റെ പേര് സ്റ്റാറ്റസ് ഓഫ് ഡെവല്യൂഷൻ ടു പഞ്ചായത്ത് ഇൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇൻഡിക്കേറ്റീവ് എവിഡൻസ് ബേസ്ഡ് റാങ്കിങ് എന്നുള്ളതാണ്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആണ് ചെയ്തിട്ടുള്ളത്. സെൻറ്റർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ചേർന്നിട്ടാണെന്ന് ഓർത്തിക്കോ. ഫെബ്രുവരിയിലെ റിപ്പോർട്ടാണ്. 6 ക്രൈറ്റീരിയ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ ക്രൈറ്റീരിയയിലും വ്യത്യസ്ത സംസ്ഥാനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഓവറോൾ സ്കോറിൽ കർണാടകത്തിന് 72.23 ആണ്, കേരളത്തിന് 70.59 ആണ്, തമിഴ്നാട് 68.38 ആണ്, പിന്നെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് അങ്ങനെയാണ് പോകുന്നത്. ഫ്രെയിം വർക്കിൽ കേരളയാണ് മികച്ച ഫ്രെയിം വർക്ക് ആയിട്ട് പോകുന്നത്. ഫങ്ഷൻസ് നോക്കുമ്പോൾ തമിഴ്നാടാണ് ടോപ്പ്, ഫിനാൻസസ് നോക്കുമ്പോൾ കർണാടകയാണ് ടോപ്പ്, അക്കൗണ്ടബിലിറ്റി കർണാടകയാണ് ടോപ്പ്, ഫങ്ഷണറീസ് നോക്കുമ്പോൾ ഗുജറാത്ത് ആണ്, കപ്പാസിറ്റി ബിൽഡിങ്ങിൽ തെലങ്കാനയാണ് ടോപ്പ് എന്ന് ഓർത്തുക. ഓവറോൾ റാങ്കിങ്ങിൽ കർണാടക, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിങ്ങനെയാണ് വരുന്നത് ഓർത്തുക. ഇതെല്ലാം തന്നെ സൗത്ത്, അതിനുശേഷമുള്ള മധ്യഭാഗത്തേക്ക് വരുന്നതാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഓവറോൾ ഇൻഡെക്സിൽ കർണാടകയാണ് പ്രധാനമായിട്ടും ഫിനാൻസസിലും അക്കൗണ്ടബിലിറ്റിയും, കേരളയാണ് ഫ്രെയിം വർക്കിൽ മുന്നിട്ട് നിൽക്കുന്നത്, തമിഴ്നാട് ഫങ്ഷൻസിലും, കർണാടക ഹയസ്റ്റ് നമ്പർ ഓഫ് പഞ്ചായത്ത് ഒഫീഷ്യൽസ് ഉള്ളത് കർണാടകയിലാണ്. അതുപോലെ കർണാടകത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരുപാട് ടാക്സ് ലെവിയിങ് പവേഴ്സും ഉണ്ട് എന്നുകൂടി ഓർത്തുക. അതുതന്നെ ഫൈനാൻസസും വളരെ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഇന്ത്യയും US ചേർന്നുകൊണ്ട് ഓട്ടോണമസ് സിസ്റ്റംസ് ഇൻഡസ്ട്രി അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഏഷ്യ എന്ന് പറയുന്ന ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആണ്. കഴിഞ്ഞ ദിവസം ഡിസ്കഷനിൽ തന്നെ നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രിയും US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഏഷ്യ എന്ന് പറയുന്നത് ഓട്ടോണോമസ് സിസ്റ്റം ഇൻഡസ്ട്രി അലയൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇൻഡോ പസഫിക് റീജിയൻസിൽ ഓട്ടോണോമസ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൻ്റെ പാർട്ട്ണർഷിപ്പിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ടെക്നോളജീസിനെ കോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് മാരിടൈം അണ്ടർ വാട്ടർ ഡൊമൈൻ ഏരിയാസും, കടലുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ അണ്ടർ വാട്ടറിൽ സബ്മറൈൻസുമായി ബന്ധപ്പെട്ട ഏരിയാസിലൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യുന്നുള്ളതാണ്. അതേപോലെ തന്നെ ക്വാഡ് പോലുള്ള സിസ്റ്റംസിൻ്റെ ഉള്ളിൽ അതുപോലെ ബൈലാറ്ററൽ ലെവലിൽ കോർപ്പറേഷൻ മെച്ചപ്പെടുത്തും, സഹകരണം മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ചൈനീസ് നേവിയുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലേക്ക് കടന്നുകയറ്റമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനും ഈ ഒരു എഫേർട്ട് കൊണ്ട് പറ്റും എന്ന് കരുതാൻ വേണ്ടി പറ്റും. US കൂടാതെ കോ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ കോ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യയിലോട് ചേർന്നുകൊണ്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനെ കുറിച്ചും ഡെവലപ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തുക. പ്രത്യേകിച്ചും ഇത്തരം ഓട്ടോണമസ് സിസ്റ്റം പോലുള്ള ടെക്നോളജികളിൽ ആദ്യമായിട്ടാണ് അമേരിക്ക മറ്റൊരു രാജ്യവുമായിട്ട് സഹകരിക്കുന്നത്. ആ ഒരു രാജ്യം, ആദ്യമായിട്ട് സഹകരിക്കുന്ന രാജ്യം നമ്മളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ്. സെൻസിറ്റീവ് ടെക്നോളജീസിൽ അമേരിക്ക അധികം സഹകരിക്കാറില്ല എന്നുകൂടി ഓർത്തു വയ്ക്കുന്നത്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ലോഗഹർ ടേർട്ടിൽസ് എന്ന് പറയുന്ന സീ ടേർട്ടിൽസ്, കടലാമകൾ, അവർ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ വേണ്ടി
ഉപയോഗിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാവുന്നത് എന്നുള്ളത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് സയന്റിഫിക് സ്റ്റഡി വരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ലോഗർ ഹെഡ് ടർട്ടിൽ എന്ന് നോക്കാം. എന്താണ് ഇതിന്റെയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. ഇതാണ് ലോഗർ ഹെഡ് ടർട്ടിൽ എന്ന് പറഞ്ഞാൽ കടലാമകളെയാണ്. ഇത് ഓഷ്യാനിക് ടർട്ടിൽസിന്റെ ഒരു സ്പീഷീസ് ആണ്. ലോകത്ത് എല്ലായിടത്തും കാണാറുണ്ട്. ഒരു മറൈൻ റെപ്റ്റൈൽ ആണ്. ചെലിനോഡിയെ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലാണ് പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ സൈസ് ഉള്ളതാണ്. ആവറേജ് സൈസ് എന്ന് വെച്ചാൽ 90 സെന്റിമീറ്റർ ആണ്. അതായത് ഏകദേശം 1 മീറ്ററിനടുത്ത് നീളമുണ്ടാവും. 90 സെന്റിമീറ്ററോളം ആവറേജ് സൈസ് ഉണ്ടാവും എന്ന് കൂടി ഓർത്തുവെക്കുക. അതിന്റെ ഫുൾ ഗ്രോൺ സൈസിൽ എത്തുമ്പോഴേക്കും. അതുപോലെ തന്നെ ഇത് സീ ടർട്ടിൽസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലോങ് മൈഗ്രേഷൻസ് ഉള്ളതാണ് എന്ന് കൂടി ഓർത്തുവെക്കാം. ഒരുപാട് ദൂരം ദേശാടനം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇത് ഫീഡിംഗ് സൈക്കിളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്ന് കൊടുത്തു. അപ്പോൾ എങ്ങനെയാണ് ഇത് ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്, ഇത് എങ്ങനെയാണ് തിരിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്നത് എന്നൊക്കെയാണ് സയന്റിസ്റ്റുകളെ ക്യൂരിയസ് ആക്കി മാറ്റുക. അവർ മനസ്സിലാക്കിയത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇത് കോമ്പസ് ആയിട്ടും ഡയറക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മാപ്പ് ആയിട്ടും യൂസ് ചെയ്യുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെ. അവർ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ടർട്ടിൽസിനെ ഒരു ടാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് സിഗ്നേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോക്കിയിട്ടാണ് അവരുടെ ഫീഡിങ്ങും മറ്റു പ്രോസസ്സുകളും ഒക്കെ നടക്കുന്നതായിട്ട് സയന്റിസ്റ്റുകൾ കണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഫുഡുമായി ബന്ധപ്പെട്ട ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആ ഒരു ഫീഡിങ്ങിനെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ കണ്ടു. ഇതിനെയാണ് ടേർട്ടിൽ ഡാൻസ് എന്ന രീതിയിൽ സയന്റിസ്റ്റുകൾ വിളിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഓരോ മാഗ്നറ്റിക് സിഗ്നേച്ചേഴ്സുമായി ബന്ധപ്പെട്ട് വസ്തുക്കൾക്കൊക്കെ ഓരോ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടുകളാണ് ഈ ഒരു ടേർട്ടിൽസ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് സ്വന്തമായിട്ട് ഒരു മാഗ്നറ്റിക് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡിനെ സെൻസ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത മാഗ്നറ്റിക് ഫീൽഡുകളെ, കാന്തിക വലയങ്ങളെ ഇതിന് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും, അപ്പോൾ അത് വെച്ച് ഇതൊരു മാഗ്നറ്റിക് മാപ്പ് ഉണ്ടാക്കുന്നു ഇന്റേണലി എന്നുള്ളതാണ് അത് സയന്റിസ്റ്റുകൾ പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടേർട്ടിലിന് മാഗ്നറ്റിക് മാപ്പും കോമ്പസും രണ്ടും സെപ്പറേറ്റ് ആണ്. മാപ്പിന് വേറെ സെൻസറും കോമ്പസിന് വേറെ സെൻസറും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നാവിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ഗൾഫ് ഓഫ് എയിലറ്റിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ 3000 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ കോറൽ റീഫുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കോറൽ റീഫുകൾ നശിച്ചുപോയ അവസ്ഥയിലായിരുന്നു. പക്ഷെ വീണ്ടും കോറൽ റീഫുകൾ തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. ഇതൊരു നല്ല വാർത്തയാണോ മോശം വാർത്തയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ ഒരു ഗൾഫ് ഓഫ് എയിലത്തിലുള്ള കോറൽ റീഫുകൾ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുന്നേ, അതായത് 3000-ഓളം വർഷങ്ങൾക്ക് മുന്നേ അവിടെ വളർച്ച ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം അവിടുത്തെ സീ ടെമ്പറേച്ചർ തണുത്തു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കോറൽ റീഫുകൾ ഉണ്ടാവണം ഒരു മിനിമം സീ ടെമ്പറേച്ചർ ഉണ്ടാവണം. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഈ ഒരു കോറൽ റീഫ് പവിഴപ്പുറ്റുകൾ ഇല്ലാതാവാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു ഗൾഫ് ഓഫ് എയിലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിയാൽ കാണണമെന്നില്ല. ഈ ഒരു ഗൾഫ് ഓഫ് അക്കാബേന അറിയപ്പെടുന്നതാണ് ഗൾഫ് ഓഫ് എയിലത്ത് എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് അക്കാബ എന്ന് പറയുന്നത് റെഡ് സീയിൽ നിന്നും ഗൾഫ് ഓഫ് സൂയസ് കനാൽ, ഈജിപ്തിലേക്ക് പോകുന്ന സൂയസ് കനാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ തൊട്ട് വലതുവശത്തായിട്ടാണ് സൗദി അറേബ്യക്കും ഈജിപ്തിനൊക്കെ ഇടയിലായിട്ടാണ് ഗൾഫ് ഓഫ് അക്കാബ വരുന്നതായിട്ടുള്ളത്. ഈ ഗൾഫ് ഓഫ് അക്കാബയാണ് ഗൾഫ് ഓഫ് എയിലത്ത് എന്നുകൂടി വിളിക്കുന്നതായിട്ടുള്ളത്. കാരണം ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ് എയിലത്ത്, തൊട്ടടുത്ത് മറ്റൊരു പ്രദേശമുണ്ട് അക്കാബ. അപ്പൊ ഇതിനനുസരിച്ച് അതിന് വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നതാണെന്ന് ഓർത്ത് വെക്കുക. ഇത് റെഡ് സീയുടെ ഒരു ഇൻലെറ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഈ രാജ്യങ്ങളിൽ നിന്ന് റെഡ് സീയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഗൾഫ് ഓഫ് അക്കാബ വഴി വന്നിട്ട് വേണം എത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റെഡ് സീയുടെ നോർത്തേൺ പാർട്ടിൽ വരുന്നതാണ്. ഇതിന്റെ ചുറ്റും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈജിപ്ത് ഒരു സൈഡിലുണ്ട്, സൗദി അറേബ്യ ഒരു സൈഡിലുണ്ട്. ഇവിടെ രണ്ട് രാജ്യങ്ങളുണ്ട്, ഒന്ന് ജോർദാൻ ഉണ്ട്, ഒന്ന് ഇസ്രായേൽ ഉണ്ട്. ജോർദാനിലുള്ള സ്ഥലമാണ് അക്കാബ, ഇസ്രായേലിലുള്ള സ്ഥലമാണ് എയിലത്ത് എന്ന് ഓർത്തുക. ഈ രണ്ട് പേരുകളിലും ഈ ഒരു ഗൾഫ് ഓഫ് എയിലത്ത് അറിയപ്പെടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു പവിഴപ്പുറ്റുകൾ നശിച്ചു പോയെന്ന് നമ്മൾ മനസ്സിലാച്ചു. ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ്. എന്നാൽ ഒരുപാട് കാലത്തെ പോസിന് ശേഷം, ഇത്രയും കാലമൊന്നും ഉണ്ടായിരുന്നില്ല, വീണ്ടും വീണ്ടും അവിടെ പവിഴപ്പുറ്റുകൾ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ ഡീപ്പ് വാട്ടേഴ്സിൽ നിന്നും പവിഴപ്പുറ്റുകൾക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റും എന്നുള്ള അതിന്റെ നാച്ചുറൽ അഡാപ്റ്റബിലിറ്റി ആണ് ഇപ്പോൾ കാണിക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ഡൈവേഴ്സിറ്റി അബണ്ടൻസും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ്
ഈ ഒരു കോറൽ റീഫുകൾ ഉയർന്നു വന്നതെന്ന് നമുക്ക് കരുതാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോറലുകളുടെ ആ ഒരു റെസിലിയൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈവൻ ഡിസ്റപ്റ്റഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും കോറൽ റീഫുകൾക്ക് വീണ്ടും അനുകൂല സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളർന്നു വരാൻ പറ്റും എന്നുള്ള ഒരു ഇൻഡിക്കേഷനും ഇത് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ ഈ ഒരു കോറലിനെ കൺസേർവ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ് കോറൽ റീഫിനെ ബാധിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത, അന്റാർട്ടിക്കയിൽ കാണുന്ന ഒരേ ഒരു ഇൻസെക്ട് സ്പീഷീസ് ആണ് ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള പറക്കാത്ത അന്റാർട്ടിക് മിഡ്ജ് എന്ന് പറയുന്ന ഇൻസെക്ട്സ്. ഈ ഒരു അന്റാർട്ടിക് മിഡ്ജ് എന്ന് പറയുന്ന ഇൻസെക്ട്സ് എങ്ങനെയാണ് അന്റാർട്ടിക്കയിൽ ജീവിക്കുന്നത്, ആ ഒരു എക്സ്ട്രീം ക്ലൈമറ്റിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് സയന്റിസ്റ്റുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവിടെ ഫ്രീസിങ് ടെമ്പറേച്ചറാണ്, തണുത്തുറച്ചു പോകും. പക്ഷേ ഈ ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിന്റെ സർവൈവൽ മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ എക്സ്ട്രീം ആയിട്ടുള്ള അന്റാർട്ടിക് വിന്റേഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള പറക്കാത്ത അന്റാർട്ടിക് മിഡ്ജിന് പറ്റുന്നുണ്ട്. ഈ ഒരു അന്റാർട്ടിക്കയിൽ നാറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു ഇൻസെക്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സ്ട്രീം കോൾഡ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യുന്നതും കൂടി ഓർത്തു വെക്കുന്നതായിരുന്നു. അതിന്റെ ആ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ, അതിന്റെ ഒരു ഹൈബർനേഷൻ നേച്ചർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിൾ ആണ് അതിനെ സഹായിക്കുന്നതായിട്ടുള്ളത്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് ഈവന്റുകളാണ് അതിന്റെ ലൈഫ് സൈക്കിളിൽ ഉള്ളത്, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഈവന്റുകളാണ്. ഒന്ന് ക്യൂനൻസെൻസ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു ഫസ്റ്റ് ഇയറിൽ പ്രത്യേകിച്ചും ഹാഷ് കണ്ടീഷൻസ് വരുമ്പോൾ അത് മെല്ലെ ഡോമൻസി സ്റ്റേറ്റിലേക്ക് പോകും. അതിനുശേഷം വളരെ പെട്ടെന്ന് അതിന് ആ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ലാർവയുടെ ഡെവലപ്മെന്റും മറ്റു പ്രോസസ്സുകളും ഒക്കെ ഈ ഒരു ടൈമിലാണ്, പ്രത്യേകിച്ചും ക്വിക്ക് ആയിട്ടുള്ള വാം പീരീഡിൽ നടക്കാൻ സഹായിക്കും എന്നുകൂടി ഓർത്ത് വെക്കാം. ഇനി സെക്കൻഡ് ഇയർ ഉണ്ടാകുമ്പോൾ ഇത് ലോങ് ആയിട്ടുള്ള ഡോമൻസി ആണ്, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ ഇത് ലോങ് അന്റാർട്ടിക് വിന്ററിൽ ഇതുവഴി ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജീവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ അതിന്റെ ആ ഒരു സർവൈവബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം അവിടുത്തെ ഇംപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റുമായി ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷനായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് വഴി, അതേപോലെ തന്നെ ചെറിയ ചെറിയ വാം പീരീഡിൽ ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ അത് വളരെ വേഗത്തിൽ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു എക്സ്ട്രീം എൻവയോൺമെന്റിൽ ആ ഒരു റെസിലിയൻ കാപ്പബിലിറ്റി ഇവയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത, റഷ്യ mRNA ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് റഷ്യയുടെ mRNA വാക്സിൻ, ഇത് ശരിക്കും ഒരു വാക്സിൻ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ റഷ്യ mRNA ബേസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2025 കൂടി റഷ്യയിൽ ഇത് ഫ്രീ ആക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലക്സാണ്ടർ ഗിൻസ്ബർഗ് എന്ന് പറയുന്ന ഒരു നാഷണൽ റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിന്റെ പ്രീ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്നുണ്ട്. അത് ട്യൂമർ ഗ്രോത്തിനെ സപ്രസ് ചെയ്യുന്നതായിട്ടും മറ്റുമൊക്കെയുള്ള പ്രൂഫുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ വാക്സിൻ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഓർത്തു വെക്കുന്നത്. അപ്പൊ ഈ ഒരു mRNA ക്യാൻസർ വാക്സിൻ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു മെസഞ്ചർ RNA, അതിനെയാണ് mRNA എന്ന് വിളിക്കുന്നത്. മെസഞ്ചർ RNA ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. ഇത് ഈ ഒരു മെസഞ്ചർ RNA ട്രെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് ക്യാൻസർ സെല്ലുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള വാക്സിൻസ് രോഗത്തെ പ്രിവെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ രോഗത്തെ പ്രിവെന്റ് ചെയ്യാനല്ല, ഓൾറെഡി വന്ന രോഗത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് എന്താ ചെയ്യുന്നത്, ഓൾറെഡി രോഗം വന്നതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. ഇത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അത് ട്യൂമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ ഈ ഒരു ക്യാൻസർ സെൽസുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇമ്മ്യൂൺ ഡിറ്റക്ഷൻ എവാഡ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു mRNA തെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ക്യാൻസർ സെല്ലുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കൂടാതെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകാൻ വേണ്ടിയിട്ടും ടാർഗറ്റ് സ്പെസിഫിക് ആന്റിജൻസിനെ മനസ്സിലാക്കിയിട്ട് ഓരോ പേഷ്യൻസിന്റെയും ട്യൂമർ സാമ്പിൾസ് എടുത്ത് അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഈ ഒരു കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു mRNA വാക്സിൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, കീമോതെറാപ്പിയാണ് നോർമലി ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ്, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് സൈഡ് ഇഫക്റ്റുകളും കുറവായിരിക്കും. കാരണം ഹെൽത്തി സെല്ലായിട്ടുള്ള നോർമൽ സെൽസിനെ ഇത് അറ്റാക്ക് ചെയ്യില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ പാത്തോജൻ അല്ല, ഒരുപാട് രോഗകാരികളുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ എന്ന് പറയുന്ന വാക്ക് രോഗത്തെ തടയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വാക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. കൂടാതെ
ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ ഓൾറെഡി സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഉണ്ട്. ഇതെല്ലാം തന്നെ ലിവർ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ mRNA വാക്സിൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊണ്ടുവന്നത് ഇതൊന്നും പ്രിവെന്റ് ചെയ്യാനുള്ളതല്ല. ഇതെല്ലാം ആക്ച്വലി വാക്സിൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് ആക്ച്വലി മരുന്നുകളാണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡാറ്റ വളരെ ലിമിറ്റഡ് ആണ്. റഷ്യയുടെ mRNA ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ക്ലിനിക്കൽ ട്രയൽസ് നടത്താൻ കുറെ വർഷങ്ങൾ എടുക്കും. അപ്പോൾ അതിന്റെ സേഫ്റ്റിയും എഫിക്കസിയും ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. എല്ലാ വിഭാഗത്തിലുള്ള ക്യാൻസേഴ്സിനെയും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കൂടുതൽ റിസർച്ചുകൾ വേണം. ലോങ് ടേം സക്സസ് ഉറപ്പുവരുത്തേണ്ടതായിട്ട്. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള mRNA ക്യാൻസർ വാക്സിൻസ് നമ്മുടെ ലോകത്ത് മൊത്തം എപ്പോഴാണ് അവൈലബിൾ ആവുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എപ്പോഴാണ് അവൈലബിൾ ആകുക എന്നുള്ളൊരു ആകാംക്ഷ കൂടി ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഒരു ഫോറിനേഴ്സ് ബില്ല്, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാർച്ചിലുള്ള ലോകസഭാ സെഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു ഫോറിനേഴ്സ് ബില്ല്? അതിന്റെ ഡ്രാഫ്റ്റ് ഫോർമാറ്റ് ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സോ ബേസിക് ഔട്ട്ലൈൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട മിനിസ്ട്രി. അവര് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് 2025. അപ്പോൾ ബഡ്ജറ്റ് സെഷന്റെ സെക്കൻഡ് ഹാഫിൽ ഏകദേശം മാർച്ച് 10 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അവതരിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 നിയമങ്ങളാണുള്ളത്. ദ പാസ്പോർട്ട് എൻട്രി ഇൻ ടു ഇന്ത്യ ആക്ട് 1920, the registration of foreigners act 1939, foreigners act 1946, immigration carriers liability act 2000. അപ്പോൾ ഈ 4 നിയമങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ട് പിൻവലിച്ച് അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു സെപ്പറേറ്റ് നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. ഈ ഒരു ബില്ലിൽ നിലവിൽ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 35ഓളം ക്ലോസുകളാണുള്ളത്. അതായത് വിവിധ നിയമങ്ങളെ ഒന്നിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇമിഗ്രേഷൻ ഓഫീസർ, ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ, അതുപോലെ തന്നെ അവരുടെ ലീഗൽ അതോറിറ്റീസ്, അവയുടെ റോൾ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ഹോട്ടലുകളായിക്കോട്ടെ, മറ്റ് ഗസ്റ്റ് ഹൗസുകളായിക്കോട്ടെ, ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അവരെ കയറ്റുന്ന സമയത്ത് അവര് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റേഷനെ കുറിച്ചും അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിനേഴ്സിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതുപോലെ തന്നെ ഈ ഒരു ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ മുകളിലാണ് നൽകിയിട്ടുള്ളത്. അവർ ഫോറിനേഴ്സ് അല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ അത്യാവശ്യമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ് പ്രൊവിഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ കൂടാതെ ഇന്ത്യയുടെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നതിനെ അനുവദിക്കാനും അല്ലെങ്കിൽ ഡിനൈ ചെയ്യാനുള്ള അവകാശമുണ്ട്. കൂടുതൽ പ്രൊവിഷൻസ് ഡിനൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും നാഷണൽ സെക്യൂരിറ്റിക്കും സോവറിനിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും ഫോറിൻ റിലേഷനും ഒക്കെ ത്രെട്ട് ആവുന്നതാണെങ്കിലാണ് ഇത്തരത്തിലുള്ള എൻട്രി ഒക്കെ തടയുക എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേപോലെ തന്നെ പല രോഗങ്ങളും നമുക്ക് ഇത്തരത്തിലുള്ള ഫോറിനേഴ്സ് വരുമ്പോൾ അവർ ക്യാരി ചെയ്ത് വരുന്ന സാഹചര്യം. സോ ഇതൊരു പബ്ലിക് ഹെൽത്ത് കൺസേൺസിന്റെ മേഖലയിൽ കൂടി നോക്കി കാണുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ ആണ് ഇവിടെ ഒരാൾക്ക് വിസ കൊടുക്കണോ അല്ലെങ്കിൽ അയാൾ എൻട്രി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ എൻട്രി തീരുമാനം എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻഡ് ബൈൻഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് ഈ ഒരു ഫോറിനേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു അതോറിറ്റി അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഏതെങ്കിലും വ്യക്തി കൃത്യമായിട്ടുള്ള ട്രാവൽ ഡോക്യുമെന്റ്സ് ഇല്ലാതെ നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ 5 വർഷം തടവും 5 ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫേക്ക് പാസ്പോർട്ടുകളോ വിസയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 മുതൽ 7 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഫൈനും ഈടാക്കേണ്ടി വരും. കൂടാതെ വിസ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 3 വർഷം തടവും 3 ലക്ഷം രൂപ ഫൈനും നൽകേണ്ടതാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫോറിനേഴ്സിനെ കണ്ടെത്താനും ഡിപ്പോർട്ട് ചെയ്യാനും അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനുള്ള അധികാരം സ്റ്റേറ്റ് പോലീസിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നൽകിയിട്ടുണ്ട്. അവർക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാനും അവരെ ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ 2014ലും 2019ലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിപ്പോ നിയമത്തിൽ ഉൾപ്പെടുത്തി വരികയാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ ഏതെങ്കിലും ഫോറിനറുടെ കയ്യിൽ ട്രാവൽ ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ റെസ്പെക്റ്റീവ് എംബസിന്ന് ഹൈ കമ്മീഷന് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ നേരത്തെ ഇതിൽ ഡീറ്റൻഷൻ സെന്റേഴ്സ്, ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും പ്രോപ്പർ അല്ലാത്ത ആൾക്കാരെ മാറ്റി താമസിക്കുന്ന ഡീറ്റൻഷൻ സെന്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ബില്ലിൽ ഡീറ്റൻഷൻ സെന്റേഴ്സ് എന്നതിന് പകരം റെസിഡൻസ് അണ്ടർ സൂപ്പർവിഷൻ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഫോറിനേഴ്സ് താമസിക്കുന്നത് അവിടെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെന്റിന്
നൽകിയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. 2019 ഡിറ്റൻഷൻ സെന്റർ മാനുവൽ സ്റ്റേറ്റുകൾക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അപ്രൂവൽ ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജയിൽ സൈഡിന്റെ പ്രൊമൈസസിന്റെ ഔട്ട് സൈഡിട്ട് ആ ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കമ്മിറ്റികൾ ഫോറിനേഴ്സിനെ ഇന്ത്യക്ക് അധിക സമയം താമസിച്ച ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അതായത് 2011 ജാനുവരി 1 മുന്നേ ഇന്ത്യയിൽ വന്നിട്ട് അധിക സമയം താമസിച്ച ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി 2 കമ്മിറ്റികളെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഫെറോ പോർട്ടലില് വിസ വയലേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലോക്കൽ പോലീസിന് ആക്സസിബിൾ ആണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടെന്ന് ഓർത്തു വെക്കണം. അതേപോലെ തന്നെ വെൽഫെയർ സ്കീംസ്, പാൻ, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഡാറ്റ ഈ ഒരു അതോറിറ്റീസുമായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഡോക്യുമെന്റ് പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഫോറിനേഴ്സിന് ഐഡന്റിഫിക്കേഷൻ പോർട്ടൽ ഉണ്ട്. സ്റ്റേറ്റ് പോലീസിന് ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും അവരെ ഇന്ത്യൻ ഡോക്യുമെന്റ്സ് അക്വയർ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഗവൺമെന്റുകൾക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസിന് പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അടുത്തൊരു വാർത്ത, മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രസിഡന്റ് റൂൾ, എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്നാണ് നമ്മൾ ബ്രീഫ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യൻ പൊളിറ്റിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഓർക്കുക. മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെച്ചു. അവിടെയുള്ള ലെജിസ്ലേച്ചറിന് പുതിയ മുഖ്യമന്ത്രിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്തു, അവിടെ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തു എന്നുള്ളതാണ്. 2023 മുതൽ മണിപ്പൂരിൽ വലിയ എത്നിക് കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നതായിട്ടുള്ളത്. ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഹാൻഡിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ വലിയ ക്രിറ്റിസിസം ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് 11ാമത്തെ പ്രാവശ്യമാണ് മണിപ്പൂരിൽ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റുകളിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. കാരണം നേരത്തെ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് ആയിരുന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലായിരുന്നു ഏറ്റവും കൂടുതൽ. ഇന്ന് ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറി ആണ്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക് കണ്ടക്സ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് മണിപ്പൂരാണ് എന്ന് കൂടി ഓർപ്പിക്കുന്നതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 356 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 356 പ്രകാരം സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്ന പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നതായിട്ടുള്ളത് സംസ്ഥാനത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഫെയിലായി അവിടുത്തെ ഗവൺമെന്റിന് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നില്ല എന്നുള്ള ഗവർണറുടെ റിപ്പോർട്ടിന്റെ മേലെയാണ് പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തുവെക്കണം. അപ്പോൾ പ്രസിഡന്റ് ഒരു ഓർഡർ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന് പിരിച്ചുവിടുകയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം സെൻട്രൽ ഗവൺമെന്റിന് നൽകുകയും ചെയ്യും. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അധികാരങ്ങൾ നിയമനിർമ്മാണ അധികാരം പാർലമെന്റ് നൽകും. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടത്തൊന്നുമില്ല, അതവിടെ കീപ്പ് ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസിഡന്റ് റൂള് എത്ര കാലത്തേക്ക് എന്ന് വെച്ചാൽ 2 മാസമാണ് ഇതിന്റെ വാലിഡിറ്റി. ഈ 2 മാസത്തിനുള്ളിൽ ലോകസഭയും രാജ്യസഭയും ഇതിനെ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മാക്സിമം 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. 1 വർഷത്തിന് ശേഷം എക്സ്റ്റൻഷൻ കണ്ടീഷണൽ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവിടെ ഇലക്ഷൻ നടത്താൻ പറ്റിയ സാഹചര്യമല്ല എന്ന് റിപ്പോർട്ട് നടത്തിയെങ്കിൽ മാത്രമേ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 1994 പ്രസിഡന്റ് റൂള് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് SR ബൊമ്മായി കേസാണ്. 1994 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ഇത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്യും എന്നും അവിടുത്തെ ലെജിസ്ലേച്ചറിനെ പുതിയ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രസിഡന്റ് റൂള് പ്രീവിയസ് നോക്കി കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഏകദേശം 135 പ്രാവശ്യം 35 സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറികളുമായിട്ട് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഇൻസ്റ്റൻസ് ചെയ്ത് 1951 പഞ്ചാബിലാണ്. അവിടുത്തെ മുഖ്യമന്ത്രി റിസൈൻ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. മുന്നേ സ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആണ് 15 പ്രാവശ്യം. ഏറ്റവും കൂടുതൽ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് മണിപ്പൂരാണ് 11 പ്രാവശ്യം എന്ന് കൂടി ഓർത്ത് വെക്കുക. ഉത്തർപ്രദേശിൽ 10 പ്രാവശ്യമുണ്ട്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി വളരെയധികം മിസ്യൂസ് ചെയ്ത ഒരു പ്രൊവിഷൻ കൂടിയാണ് ആർട്ടിക്കിൾ 356 എന്ന് ഓർത്ത് വെക്കാം. കാരണം സെൻട്രൽ ഗവൺമെന്റ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിച്ചു. 1977 മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അവർ 9 സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഭരണത്തെ പിരിച്ചുവിടുകയും അവിടെ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി റിട്ടാലിയേറ്റ് ചെയ്യുകയും 9 നോൺ കോൺഗ്രസ് സ്റ്റേറ്റുകളിലെ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വന്നത് SR ബൊമ്മായി കേസ് 1994 ജുഡീഷ്യൽ റിവ്യൂ നിർബന്ധമാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ പറ്റും, കോടതിക്ക് പരിശോധിക്കാൻ പറ്റും, അവിടെ ശരിക്കും പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ 1950 94 ഇടയിലുള്ള കാലഘട്ടത്തിൽ, അതായത് 44 വർഷത്തിനിടയിൽ 100 പ്രാവശ്യമാണ് ഈ ഒരു പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. 1994 മുതൽ
ഇങ്ങോട്ട് 2025 വരെയുള്ള കാലഘട്ടത്തില്, അതായത് 30 വർഷ കാലഘട്ടത്തില് 30 പ്രാവശ്യം മാത്രമാണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അതും ഒരു വർഷത്തെ ഒരു പ്രാവശ്യം എന്ന ആവറേജ് കണക്കില്. 2014 ശേഷം മാത്രം 11 പ്രാവശ്യം ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. 2 എണ്ണം കോടതി ഇടപെട്ടുകൊണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ തൊട്ട് മുന്നേ, മണിപ്പൂരിന് തൊട്ട് മുന്നേ 2021 പുതുച്ചേരിയിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലെജിസ്ലേച്ചറിന്റെ അവസ്ഥ വെച്ചാൽ ലെജിസ്ലേച്ചർ ഇൻ സസ്പെൻഡഡ് അനിമേഷൻ എന്നാണ് പറയുന്നത്. അതായത് ലെജിസ്ലേച്ചർ പിരിച്ചുവിടൂല, ലെജിസ്ലേച്ചറിനെ എന്ത് ചെയ്യും, ലെജിസ്ലേച്ചറിനെ ഒരു സസ്പെൻഡ് ചെയ്യും, അവരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല, ബട്ട് MLA മാര് അതേപോലെ തന്നെ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പൊ ഇപ്പം പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുകയാണെങ്കിൽ ഈ ഒരു അസംബ്ലിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇത് സ്വാഭാവികമായിട്ടും പുതിയൊരു ഇലക്ഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രിസഭയെ കീപ്പ് ചെയ്യുന്നത് സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ US-ൽ നിന്നും അടുത്ത സെറ്റ് ഓഫ് ഡിപ്പോർട്ട്സ് ഏകദേശം 116ഓളം ആൾക്കാരെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന പേരിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് മറ്റൊന്നായിട്ടുള്ളത്. മറ്റൊന്നാണ് സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ പൊല്യൂഷനിൽ വളരെ തുച്ഛമായിട്ടുള്ള 14% ഒക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മറ്റ് കാരണങ്ങളൊക്കെയാണ് എന്നുള്ളതാണ്. എപ്പോഴും ഡൽഹി പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റബിൾ ബേണിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റബിൾ ബേണിംഗിന്റെ കോമ്പോസിഷൻ അളവ് വളരെ കുറവാണ്. മറ്റ് പൊല്യൂഷൻസ് ആണ് കൂടുതലായിട്ട് എന്നാണ്. മുന്നേയും നമുക്ക് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. മറ്റൊന്നാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ എംപോക്സ് പടരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സെക്സ് വർക്ക്, ലൈംഗിക തൊഴിലാളികൾ വഴിയാണ് ഈ ഒരു എംപോക്സ് പടരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ നമ്മൾ തൊട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.